ഇന്ന് നമുക്ക് കാപ്പിക്ക് എന്തോന്ന് ഇട്ടേലി ഇതായിക്കൊണ്ടിരിക്കണ കേട്ടാ. ഒരു തട്ടായി അടുത്തൂടെ വെച്ച് ഞാൻ തിരുവി വെച്ച തേങ്ങ പോയി വെറുതെ തിരുവണേട്ടാ. ഞാൻ തിരുവി വെച്ചിട്ട് ഇനി മാറിയപ്പം വെറുതെ ചിരട്ട എടുത്ത് വെച്ച് അതാ ചുരണ്ടണ്. കണ്ടാ നിങ്ങൾ കണ്ടാ ഇത്? ഞാൻ തിരുവിയതല്ലേ. മതി മതി മതി. ഇന്ന് നമുക്ക് ഇഡ്ഡലി ചമ്മന്തി കറി. ഇഡ്ഡലി സാമ്പാറാണ്. കൊള്ളാം. എവിടെ പോണ? എവിടെ നിങ്ങൾ പല്ല് വയ്ക്കോ? എല്ലാവർക്കും ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമേ. എൻ്റെ അടുത്ത് പറഞ്ഞ് അത് എടുക്കരുതെന്ന്. മിണ്ടാതെ പോയി നോക്കാം. ഇവിടെ നിന്ന് കാണാനില്ല. മിണ്ടാതെ പോവാ. എൻ്റെ അടുത്ത് പറഞ്ഞ് വീഡിയോ എടുക്കരുത്, ഞാൻ വെറുതെ ഇട്ട് നോക്കിയതാണെന്ന് പറഞ്ഞു. എൻ്റെ ഞാൻ ഇപ്പം കാണിച്ചു തരാവേ. ഒരു പെണ്ണിനെ കാണിച്ചു തരാമേ. ഒരു പെണ്ണിനെ. അവർ കണ്ടിട്ട് ഒരു പെണ്ണ് വിടാം, ജോലിക്ക് വന്ന പെണ്ണ്. എന്ത് അവർ കാണട്ടെ. നൈറ്റ് എനിക്ക് അത് ഒന്നേ ഉള്ളു നല്ലത്. നൈറ്റ് അത് കീറിന കൊളിച്ചേക്കുന്നു. ഇവിടെ വരുന്നേ ശരി ശരി. ആ എങ്ങനെയുണ്ട് ഒരു പെണ്ണ്? ഈ പെണ്ണിന് ആവശ്യമുള്ളവർ ഒന്ന് പറയണേ. അതിൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി. കെട്ടിക്കാൻ പോണ്. സ്ത്രീധനം ഇല്ല, സ്ത്രീധനം ഇല്ല കൊടുക്കാൻ. തന്നെ തുളസിയിൽ ചൂല് കൊള്ളണം. മാറി എളുപ്പോ. പിന്നെ പിന്നെ വേറെ വേണ്ടേ തുണികൾ? അപ്പൊ ഞാൻ നിങ്ങളത്ര വണ്ണ ഇല്ലേ? ഞാൻ പൊക്കം കുറവാണ്ടാണ് വണ്ണം തോന്നിക്കണേട്ടെ. കൊള്ളാം കൊള്ളാം. ഇപ്പൊ ചമ്മല് മാറിയാ? ചമ്മല് മാറിയാ? നൈറ്റ് കയറരുത്. എനിക്ക് തോന്നുന്നത് നല്ലതുള്ളൂ. എനിക്ക് ലൂസാണല്ല കൈയൊക്കെ. ഞാൻ നോക്കിയപ്പോഴേ ഞാൻ ഇന്നലെ ഇട്ടിട്ട് അവിടെ ഇട്ടിരുന്നു കേട്ടോ ഒരിഞ്ഞ്. അത് മിറ്റ അത് ഇന്നലെ ഞാൻ തൂത്ത്. ഇന്നലെ തൂത്തില്ല. ഇന്നലെ തൂത്ത്. അതിപ്പം കാറ്റല്ലേ. പെണ്ണെ പെണ്ണിൻ്റെ പേരെന്തോന്ന്? പെണ്ണിൻ്റെ പേര് പറ. പെണ്ണെ തങ്കമ്മയാ? ഞാൻ മനസ്സ് വിചാരിച്ചതാണ്. ഓ സെല്ലു സെൽവി. സെല്ലു സെൽവി. കൊള്ളാം കൊള്ളാം. ടാറ്റ. ഈ സിത്തു ആണെങ്കിൽ ചേട്ടനെ കാണുമ്പോൾ ചിരിക്കും കേട്ടാ. ചേട്ടൻ ഇപ്പം നൈറ്റ് ഇട്ടിരിക്കണോണ്ട് സിത്തു അതാ വന്ന് നോക്കിക്കൊണ്ടിരിക്കണം ആരെന്ന്. സിത്തു സിത്തു അതാര്? സിത്തു സിത്തു അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കും. സിത്തു ഇതാര്? ആള് മാറിപ്പോയാ? ഇത് പപ്പ തന്നെ. എന്ത് സുഖമായിട്ട് പെണ്ണുങ്ങൾ ഇരിക്കും പോലെ കാലം നീട്ടിയിട്ടൊക്കെ ഇരിക്കണ്. ചീട്ട് എൻ്റെ നൈറ്റ് കയറണമെങ്കിൽ അത് നിങ്ങൾ കോമാളി വേഷം കെട്ടിക്കൊണ്ടിരിക്കും. മുഖത്ത് തന്നെ നോക്കണേണ്ടാ. സിത്തിലേ
അത് തന്നെ നിനക്ക് എന്നെ നോക്കി ചിരിക്കാൻ വയ്യ. ഞാൻ പോണ്, ജോലി കിടക്കണം. സിത്തു ഇത് എന്തിരിഞ്ഞോട്ടൊന്ന് സിത്തു ഇത് സെല്ലും അല്ല സെൽവിയാണിപ്പം. സിത്തു അതവിടെ ചുണ്ട് മുടി ഇടണ. സിത്തു ഇത് സെല്ലു അല്ല സെൽവി. അതൊന്ന് കൊഞ്ചിനാക്ക്. ഇന്ന് ചിരിക്കുന്നില്ല, നൈറ്റ് ഇട്ടുണ്ടായിരിക്കും. സെല്ലു അല്ല സെൽവി. ഞാൻ നൈറ്റ് ഉരുട്ടിട്ട് വരാം, അപ്പം ചിരിക്കണം. എനിക്ക് ഒരുപാട് ജോലി കിടക്കുന്നു. നീ പോയി മിറ്റം തൂരടി. പോയി മിറ്റം തൂരടി. ഇന്ന് ചിരിക്കുന്നില്ല എന്ത്? ഞാൻ പോടാ, എനിക്ക് ജോലി കിടക്കണം. ഇത് സെൽവിയടാ സെൽവിയടാ. ഇത് സെൽവിയടാ സെൽവി. തരും ചിരിക്കുന്നില്ല ഇന്ന്. അത് നൈറ്റ് ഇട്ടേക്കണം. എൻ്റെ നൈറ്റ് ഇല്ലാതാക്കരുത്. നോക്കാം, നമുക്ക് നൈറ്റ് ഉരി ഇട്ടിട്ട് നോക്കാം. ശരി, മിറ്റം തരും പോ. ഞാൻ പോട്ടാ. അയ്യോ സെല്ലു ആയാ? ഞാൻ സെൽവി പെണ്ണെ തൂക്കണമെന്ന് വിചാരിച്ച് വന്ന്. സെൽവി പെണ്ണ് സെല്ലു ആയി. രണ്ടുപേരും കൂടെ നടക്കണല്ലോ പപ്പേരെ കൂടെ. ഞാൻ കഴിക്കണം, നോക്കിക്കൊണ്ടിരിക്കണം. ഉടനെ വിളിച്ചത് പറഞ്ഞ അതാണ് അനുസരണ. നിങ്ങൾ ഒരു വിളി വിളിക്കുമ്പോ പറഞ്ഞ രണ്ടുപേരായിട്ട് വന്നാണ്ട. പിന്നെ ഇതാടക്കണണ്ട നല്ല പാപ്പു. പോയി ഇന്ന് വരയ്ക്കണം. അവിടെ വെയിറ്റ് ചെയ്ത കടന്നതല്ലേ. സിദ്ധു ഇപ്പുറത്തോ രണ്ടുപേരായിട്ട് അടി വയ്ക്കരുത്. അല്ല ഒരു വിളിക്ക് വേണ്ടി അത് കാത്തിരുന്നതാണ്. അതാണ്. എനക്കൊരു ഇഡ്ഡലി തരാം. കൊണ്ടുപോ. പാണി പിടിച്ചോ, കൊണ്ടുപോ. വേണ്ടേ അങ്ങോട്ടോ അങ്ങോട്ടോ എഴുതണ്ടോ? നീ ഉണ്ടോ? കൊണ്ടുപോ, അങ്ങോട്ടോ. അതാണ് അനുസരണ. പാപ്പൂനൊരു പെടയല്ലേ? എന്തേടാ ചിക്കൻ കറി വേണോ? ഇപ്പൊ ചിക്കൻ കറി വാങ്ങാക്കല്ല, കൊറേ ദിവസം ചിക്കൻ കറി വാങ്ങാക്ക, അതൊരു ഫ്രൈ ചെയ്യക്ക. ഇതാ നിനക്കാണോ? വേണേ അങ്ങ് കൊണ്ടുപോകണം, ഇവിടെ ഇട്ട് കഴിക്കരുത്. കൊണ്ടുപോ. അങ്ങോട്ടോ തെരുവില് ചിക്കൻ്റെ കാലിനെ പൊരിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കണം കഴിക്കാൻ. അങ്ങോട്ടോ ഇതിലൊക്കെ മസാല ആൾക്കാരൊക്കെ വാങ്ങിച്ച് കഴിക്കണം. കഴിച്ചാടാ? പണം വെച്ചില്ലേ? കഴിച്ചാ സിത്തു? എന്ത് പണം വെക്കണേ? എന്ത് പണം വെക്കണേ? പിന്നെ അവർക്ക് അങ്ങോട്ടോ കഴിച്ചാ? പൈസ കിട്ടും പറ്റില്ല ഇപ്പൊ അവരുടെ മോൻ. അവൻ ജോലിക്ക് പോണ എന്ന് പോയി വരൂലേ? അത് മറ്റേ അങ്ങോട്ടോ അവന്റെ അച്ഛൻ്റെ സ്കൂട്ടിയാണ്. കൊണ്ടുപോ. മതിയാ അപ്പു? സുത്തലേ സുത്തബാ. ഇന്ന് കുളിപ്പിക്കണം. സുന്ദരിയെ കുളിപ്പിക്കാമേ കേട്ടാ? അച്ഛൻ കരി വരഞ്ഞു തരാമേ. പിന്നെ അമ്മ കുളിപ്പിച്ച അച്ഛൻ വരയും കേട്ടാ.
അതൊന്നിരിക്കുന്ന നോക്ക്. അതാണ് അതാണ് സേവൻ ചേട്ടൻ കുളിപ്പിക്കുക. സേവൻ ചേട്ടൻ പൊട്ടൊക്കെ വെച്ചുതരാം. ഇത് പറയുമ്പോൾ എന്ത് ഇനി വേണോ ഇഡലി? ഇതോ ഒരു ഇഡലി എന്ന് പറഞ്ഞ പാവം ഓടിയൊന്ന്. നീ പോ, നിനക്ക് തരൂല പോ. മര്യാദയുള്ളവർക്ക് കൊടുക്കുള്ളൂ. എന്തിനാണം ഇടക്കിടക്ക് സേതുവിനെ നോക്കണം. എന്നിട്ട് സേതു കൊണ്ടു അങ്ങ് പോ പോ അങ്ങോട്ടോ. നീ കൊണ്ടുപോ അങ്ങ് അങ്ങോട്ടോ കൊണ്ടുപോ. പോയി അത് കഴിച്ച് കണ്ട. നിങ്ങൾ കഴിച്ചിരുന്നാൽ ഇനി എനിക്ക് വിശക്കൂലേ? നിങ്ങളെ നോക്കണമെങ്കിൽ ഞാൻ കഴിക്കണ്ടേ? അവരെ നോക്കുന്ന ഞാനാണ്. നീയാ? നിന്നെ നോക്കണ ആര്? ആരുമില്ല, ഞാൻ അവിടെ ഒറ്റയ്ക്ക. അപ്പൊ തന്നെ എന്നാ വേണ്ട. പോമാ ചുത്തു ബാ കയറും. അങ്ങനെ ചേട്ടൻ പാപ്പുവിനെയും സിത്തുവിനെയും കുളിപ്പിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്കാണ് കേട്ടാ. സിത്തുവിനെ കാണാനില്ലല്ലോ. ഓ അങ്ങ് പോയി കിടക്കണം. ഓ വിളിച്ചത് പറഞ്ഞോക്ക് ഇങ്ങോട്ടെ. ഇന്ന് സുന്ദരി വാവയെ കുളിപ്പിക്കുകയാണോ? ആ കസേര തരും, ഞാൻ ഇവിടെ ഇരുന്നുണ്ട് വീഡിയോ എടുക്കട്ടെ. ആ കസേരല്ല, പലവ എടുത്തൂടെ കൊണ്ടുപോയി നിൽക്കാൻ വയ്യ. എന്തോ ഒരു ഞാൻ ഇന്നെടുത്ത് ക്ലിയർ ആക്കി എടുത്തൂല. ആ സിത്തു ആണെങ്കിൽ ചേട്ടൻ പറയും പോലെ കേൾക്കും കേട്ടാ. ആ കുളിക്കപ്പെടാ പാപ്പോ വേണ്ട. നിൽക്കാൻ പറഞ്ഞപ്പോൾ നിൽക്കണുണ്ടോ? പാപ്പു ആണെങ്കിൽ പക്ഷെ ഇങ്ങനെ ആക്കൂല കേട്ടോ. വിളിച്ചാൽ വരും, പക്ഷേ അതിങ്ങനെ പിടച്ച് നിൽക്കും. ഇതിൻ്റെ അടുത്ത് എന്തോന്ന് പറഞ്ഞാലും ഈ സിറ്റിയിലെ മോള് കേക്കും. ഫെയർ ലവ്ലിയിട്ട് കുളിപ്പിക്കുവോ? എൻ്റെ വാലകോവാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. ഇത് സിത്തിലി വാവയായി പോയെന്നേ ഉള്ളു. എൻ്റെ സിത്തിലിയെ കുളിപ്പിക്കുന്നത് കണ്ട പാപ്പു. അപ്പം സോപ്പ് എടുക്കാതെ വെള്ളം കോരാൻ വന്നേ? വെള്ളം അതിനെ കുളിപ്പിക്കാൻ വന്നേ? ഷാമ്പില്ല, പോയി അങ്ങോട്ടെ. അതെനിക്ക് അത്രയേ ഉള്ളു. ഇതാ ബാത്റൂമിൻ്റെ അകത്ത് മറ്റേ ഇത് സോപ്പിൻ്റെ ഷാമ്പിരുന്ന് എടുത്തിട്ട് കുളിപ്പിക്കണ തേച്ച് നിക്ക്. കള്ള പെണ്ണ് നിക്കണോക്ക്. എടി കള്ള പെണ്ണു സെത്തിലെ വാവേ. അതിപ്പം കൊഞ്ചണുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അത് തല കൊണ്ട് ഇങ്ങോട്ട് വന്നുണ്ടോ? പാപ്പു സൂസു അടിച്ചത്. പാപ്പോടെ കൂടെ നടക്കാണ്. നീ കാലായിരിക്കും അവിടെ പോയി നിൽക്കാനാ? ഞാൻ പോവില്ല, അവിടെ വെയില്. വെയിലത്ത് ഞാൻ നിൽക്കാം. നിന്നത് എനിക്ക് ക്ഷീണം. ഇത് സുഖമായിട്ട് നിന്ന് കൊടുക്കണേ. ഇന്നേ കുളിച്ചിട്ട് കരിയും പൊട്ടൊക്കെ എഴുതി മുഖത്ത് നോക്കണുണ്ട്. ചേട്ടൻ്റെ അടുത്ത് എന്ത് ഇതിന് ഭയങ്കര സ്നേഹം. കഴിഞ്ഞ ജമ്മത്ത് നിങ്ങൾ ലവറായിരുന്നു. എന്ത് ഈ ജമ്മത്ത് സിറ്റിൽ പോയി അങ്ങോട്ടെ കളവാ. കളവായി സിറ്റിലെ മോളെ, നമ്മുടെ സുന്ദരി വാവേ. സിത്തിലേ, ഡേ പാപ്പച്ച എവിടെ വാ.
ചെറിയ വെയിൽ തുടങ്ങിയപ്പോൾ തന്നെ എന്ത് ചൂട്. പെട്ടെന്ന് നിന്ന് പല്ലൊക്കെ തേച്ച് തുടങ്ങി. അയ്യടാ നിന്ന് കൊടുക്കണ്ട. പെട്ടെന്ന് കുളിച്ചാ നമുക്ക് പോവാം. BP വാങ്ങിത്തരാൻ പോവാം. അതിനങ്ങ് മുഖത്ത് തന്നെ നോക്കണം കണ്ട. ചേട്ടൻ്റെ മുഖത്ത് തന്നെ നോക്കണം. പോകുമ്പോൾ കൂടെ കൊണ്ടുപോയി വേണ്ട മുഖത്ത് നോക്കണണ്ട. പാവം കേട്ടാ, സങ്കടം വരെ സിത്ത് പറയും പോലെ അതിരിക്കണ കണ്ട പാവം തോന്നണോ. എടി സുന്ദരി വാവേ ഇരിക്കണണ്ട. എങ്ങനെ ഇരിക്കാൻ പറഞ്ഞാലും ഇരിക്കും. പാവം കേട്ടാ. ചില നേരം സിത്ത് നമ്മളിങ്ങനെ പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരെ. അയ്യോ പാവം തോന്നും. മുട്ടായി വേണ്ട, ബിരിയാണി മതി എനിക്ക്. പറ, എനിക്ക് മുട്ടായി വേണ്ട, ബിരിയാണി മതി. ചുന്തരി ചിത്തള് അമ്മ കരിയൊക്കെ എടുത്തിട്ട് വരാമേ. തോർത്തോടെ മണ്ണിപ്പേ കിടക്കണേ. ഇപ്പം മതിയാ. ഈ പാപ്പുവാണെങ്കിൽ കുളിപ്പിക്കുമ്പോൾ നേരെ നിൽക്കൂല ഏട്ടാ. സിത്ത് നിന്നതുകൊണ്ടായിരിക്കും നിന്ന് കൊടുക്കണേ. അല്ലെങ്കിൽ കൊള്ള ചെറുക്കേ. ഇത് അങ്ങനെ നിൽക്കൂല ഒരിക്കലും. പിടച്ചിരിക്കും. സിത്തുന് നമ്മൾ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരിടത്ത് പിടിച്ചിരുത്തിയാലും നമ്മളെ മടിയിലായാലും അങ്ങനെ ഇരിക്കും. ഇതാ പെടഞ്ഞ് കൊടഞ്ഞ് അങ്ങ് നോക്കി വല്ലം ഇത് വേണ്ട. ഇപ്പം സിത്തിൽ നിന്നത് കൊണ്ടായിരിക്കും നിൽക്കണത്. കൊള്ളച്ചെറുക്കോ ഇവിടെ കൊള്ളച്ചെറുക്കോ ഒരു കുത്തു വെച്ചിരുന്നില്ല മൂക്കില്. സിത്ത് വാപ്പു അങ്ങനെ അമ്മയെ കടിക്കില്ല. അല്ല മോനെ സിത്തു. ഞാൻ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കണില്ല. കൊള്ളാ സിത്തു. ഞാൻ വിളിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കണില്ല. ഞാനല്ലേ നിനക്കൊന്ന് കറി പറഞ്ഞേരണേ. ഞാൻ വിളിച്ചപ്പോൾ നിനക്ക് തിരിയാൻ വയ്യല്ലേ. ദിവസം തിന്നാൻ കൊടുക്കണം ഞാൻ. ഇനി ഞാൻ ഒന്നും തരൂല. കരി പറയാൻ നിങ്ങൾ വരഞ്ഞു കൊടുക്കോ? ഞാൻ പറയട്ടാ. പിന്നെ ഇതാ ഞാൻ പറയാം. വിളിച്ച അങ്ങനെ വന്നിരിക്കും. ഞാൻ എണീറ്റിരിക്കാം. നീ വരഞ്ഞു കൊളാക്കരുത്. ഞാൻ എന്ന് പറയുമ്പോൾ അല്ല, ഇത് സിത്തുവിൻ്റെ കരിയാണ് കേട്ടാ. പ്രത്യേകം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് സിത്തുവിൻ്റെ കരി. പ്രത്യേകം വാങ്ങിച്ചല്ല, മുമ്പേ ഞാൻ വാങ്ങിയത്. ഞാൻ പിന്നെ ഇത് കുറേ ദിവസം ഉപയോഗിച്ചിട്ട് പിന്നെ സിത്തുവിനെടുത്ത്. ഇതൊക്കെ ഇതെല്ലാം സിത്തുവിൻ്റെ സാധനമാണ്. കണ്ടാ ഇരുന്നിരുന്നു ഇരി. എന്നാടുത്തോണ്ടിരി. മേലൊക്കെ ഒഞ്ഞ് ഉണങ്ങുണ്ട് കേട്ടാ. മണ്ണിൽ പോയി കിടക്കല്ലേ. ഇരുന്നാ കുളിപ്പിച്ചല്ലേ. ഓ പൂച്ചെല്ലാം കായ്ക്കല്ലോ കണ്ണടച്ച്. എന്തിനേ കണ്ണടച്ചാ പൊടി വീഴും. പിന്നെ ആ പാപ്പുവാണെങ്കിൽ ഇരിക്കൂല. അതിരിക്കില്ല, അത് കള്ളേ. വാ സിത്തിന് വരഞ്ഞ കുറേ നാൾ കിടക്കില്ല. അതാക്കൂല. അത് പെൺകൊച്ചല്ലേ, തെറ്റിപ്പോയി. മരേക്കരി പാപ്പുന് ഒരു പൊട്ടിച്ചു കൊടുക്കാൻ പോലും പാപ്പ താമസിക്കല്ലോ. ഇതിനെക്കാട്ടും നന്നായിട്ട് ഞാൻ വരികയായിരുന്നല്ലോ. അതെനിക്ക് അവിടെ വന്നപ്പം കൈ ഒരുമാതിരിയായിപ്പോയി. നിങ്ങൾ മുമ്പേ വരണ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മുമ്പേ അല്ലേ? ഓ ഓ ഓ അവിടെ ഇരുന്നു. എൻ്റെ മോള് പൗഡറുണ്ട്. ഇങ്ങോട്ട് നോക്ക്. പൗഡർ ഇട്ടിട്ട് നോക്കാം. കൊള്ളാമാ?
ചെത്തുന്ന് കരിയൊക്കെ വരയണ നല്ല ഇഷ്ടം തോന്നുന്നു. ആ എന്താ നിന്നായിരുന്നു ഇവിടെ വാ. ചുന്തിരി കുട്ടി വരഞ്ഞാ ഇനി ഒരു ചുവന്ന പട്ടൂടെ. ഇന്നും ഉണ്ടോ? അത് പെങ്കൊച്ചല്ലേ. ചിത്തു ചിത്തിലേ അത് വലുതായിട്ടുണ്ട്. മതി മതി മതി. ആ കൊള്ളാം കൊള്ളാം, സൂപ്പർ കേട്ടാ. സുന്ദരി പെണ്ണായി, സുന്ദരി പെണ്ണായി. പൗഡറൊക്കെ മാറുമ്പം കൊട്ടപ്പനാവും. എടാ അങ്ങോട്ട് നോട്ട്. ആ കൊള്ളാം കേട്ടാ, സൂപ്പർ. നീ അവിടെ താഴെ ഇറങ്ങിക്കോ. എന്തേ പിന്നെ വേറെ എന്തൊക്കെയാണ് ഇതിലേ? ചോറ് കഴിക്കണ്ടേ? സിധുവിന് ചോറായ? ചെലങ്ക ചെലങ്ക എങ്ങനെയല്ല കുഞ്ഞു സുന്ദരി. കൊള്ളാം കേട്ടാ, കൊള്ളാം കൊള്ളാം, സൂപ്പർ. എവിടെ ഇങ്ങോട്ട് നോക്ക്, അവിടെ ഇരി, ഇങ്ങോട്ട് നോക്ക്. കൊള്ളാം കേട്ടാ, കൊള്ളാം, സൂപ്പറായിരിക്കും. അങ്ങനെ അവൻ പാല് വെച്ചിന് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടാ. ഇന്നലെ വാങ്ങിയത് ഇതാ അവിടെ ഇരിക്കണേ. അവ ഏതാ പിച്ചക്കറിഞ്ഞായിട്ടാണ് പോണേ, കീറിയ പാൻറ് വിട്ട്. ഇതൊന്ന് പിന്നെ വേറെ വാങ്ങിച്ചു കൊടുത്തേക്ക് വിട്ടതാ. അങ്ങനെ സേതു ഇതാ പാലിയാച്ചന് പോണ്. പിന്നെ കുറച്ച് വീഡിയോ എടുത്തിട്ടാ. അത് കൊണ്ടുപോകാൻ പറ്റുമോ വണ്ടിയിൽ? വെച്ചിക്കാൻ പറ്റുമോന്ന്? ഹലോ. ഇംഗ്ലീഷൊക്കെ പറയാൻ തുടങ്ങിയാ? പിന്നെ കോവില് സദ്യ കഴിക്കാൻ പോമാ? ഓ പായസമൊക്കെ കൂട്ടി നല്ല സദ്യ കഴിച്ചിട്ട് വരാം. പിന്നെ പറ ഇന്നത്തെ വീഡിയോ എത്രയുള്ളെന്ന്. നമ്മളെ ചെടിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ. പുറത്ത് നിന്ന ഒരു ചെടി കൂടെ കൊണ്ടുകൂടെ വെച്ചിന്ന്. ഇനി ഇവിടെ ഇത്രയും സെറ്റ് ആക്കണല്ലേ അപ്പോഴത്തെ. നമ്മളങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇഴഞ്ഞ് പിന്നെ ഒറ്റടി വെച്ച് പിന്നെ അങ്ങ് നടന്ന് പിന്നെ അങ്ങ് സെറ്റായിട്ട് വലുതാക്കി അങ്ങനെയൊക്കെ അങ്ങ് വരും അല്ലേ? വിശേഷം ഒരുപാട് വിശേഷമുണ്ട് എനിക്ക്. ചേട്ടൻ രാവിലെ നൈറ്റിയൊക്കെ ഇട്ട് എല്ലാവരും കണ്ടല്ലോ അല്ലേ? ഞാൻ നോക്കിയപ്പോഴേ എൻ്റെ നൈറ്റി എടുത്തിട്ടുണ്ട് അങ്ങ് പോയിരിക്കണേ. ഞാൻ വേണ്ട ഇടുന്ന കണ്ടില്ല, ഇല്ലെങ്കിൽ അത് വന്ന് എടുക്കുമായിരുന്നു. ചെലങ്ക എന്താന്ന് നോക്കിക്കൊണ്ട് നടക്കണേ. പച്ച കെട്ടില്ല? അയ്യോ അതൊന്നും ചെയ്തുകൂടാ. അതിനൊന്നും ചെയ്യാതെ തള്ള കോവില് പോണ്ടേ നമ്മളെ പാറശാല. ഓ മുടിയൊക്കെ നരച്ചല്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പറയാൻ പഠിച്ച് കള്ളച്ചേട്ടെ. എന്നെ പോലെ വിചാരിച്ച എനിക്ക് മറ്റത് പറയാൻ ഇപ്പോഴും അറിഞ്ഞൂടാ. എന്താന്ന് അത് പറഞ്ഞോക്കി. പറഞ്ഞല്ലോ സബ്സ്ക്രൈബ്. എനിക്ക് വരൂലേട്ടാ, തെറ്റിപ്പോവും. അങ്ങനെ ബൈ.